ഹലോ ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഒരു അറിയിപ്പുമായിട്ടാണ്. അതായത് വാട്ടർ അതോറിറ്റിയുടെ BPL റിന്യൂവൽ 2026 വർഷത്തേക്കുള്ള BPL ഉപഭോക്താക്കൾക്ക് ആനുകൂല്യം പുതുക്കുന്നതിനും അതല്ലെങ്കിൽ പുതുതായി അപേക്ഷിക്കുന്നത് സംബന്ധിച്ചുള്ള അറിയിപ്പുമായിട്ടാണ് എത്തുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഉപഭോക്താക്കൾ ജനുവരി 31 മുമ്പായി നിങ്ങളുടെ ആനുകൂല്യം പുതുക്കി നൽകേണ്ടതാണ്. BPL ആനുകൂല്യം ലഭിക്കുന്നതിനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 31/1/2026 ആണ്. പിന്നീട് പ്രവർത്തനക്ഷമമായ വാട്ടർ മീറ്റർ ഉള്ള ഉപഭോക്താക്കൾക്ക് മാത്രമേ BPL ആനുകൂല്യത്തിന് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. മാത്രമല്ല, വാട്ടർ ചാർജ് കുടിശ്ശിക ഉള്ള ഉപഭോക്താക്കൾക്ക് BPL ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അതായത് നിങ്ങൾ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ അരിയേഴ്സ് ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് കുടിശ്ശിക ഉള്ളതും അടയ്ക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിനു മുമ്പ് മറ്റൊരു കാര്യം, ഇതിനാവശ്യമായ രേഖകൾ നിങ്ങളുടെ ഒരു വാട്ടർ ബില്ല്, പിന്നീട് വാട്ടർ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, അതിനുശേഷം റേഷൻ കാർഡ്, ഇത്രയുമാണ് വേണ്ടുന്നത്. ഇനി നമുക്ക് അപേക്ഷയിലേക്ക് കടക്കാം. അതിനു മുന്നേയായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അപേക്ഷയിലേക്ക് കടക്കാം. അതിനായി ഗൂഗിളിൽ KWA റിന്യൂവൽ BPL റിന്യൂവൽ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. പിന്നീട് വരുന്ന വിൻഡോയിൽ നിന്നും BPL റിന്യൂവൽ സെലക്ട് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ അപ്ലൈ ഓൺലൈൻ നൗ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ BPL ആപ്ലിക്കേഷൻ എന്ന് എഴുതിയേക്കുന്നതിന് തൊട്ട് താഴെയായി കാണുന്ന അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ BPL കൺസെഷൻ ആപ്ലിക്കേഷൻ ന്യൂ ആപ്ലിക്കേഷൻസ് എന്നും പറഞ്ഞൊരു വിൻഡോ വരും. അതിൽ നിങ്ങളുടെ കൺസ്യൂമർ ID ടൈപ്പ് ചെയ്ത് നൽകുക. അതിന് തൊട്ട് താഴെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നുള്ളിടത്ത് വാട്ടർ അതോറിറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക. അപ്പോൾ നിങ്ങളുടെ വാട്ടർ അതോറിറ്റി നൽകിയിരിക്കുന്ന പേര്, നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ, വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ എന്നിവ സ്ക്രീനിൽ തെളിയും. അതിനുശേഷം തൊട്ട് താഴെ റേഷൻ കാർഡ് നമ്പർ എന്നുള്ളിടത്ത് നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക. അതായത് മഞ്ഞയോ റോസോ റേഷൻ കാർഡ് ഉള്ളവർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. നിങ്ങൾ എല്ലാ വർഷവും ചെയ്യുന്നതാണ്, തുടർന്നും ഈ വർഷവും അതുപോലെ ചെയ്യുക. അതല്ല, പുതിയതായിട്ടുള്ള ആൾക്കാർക്കും ഇത് ചെയ്യാവുന്നതാണ്. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റായി. അതിനുശേഷം തൊട്ട് മുകളിലായി കാണുന്ന ചെക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൺസ്യൂമർ ID ടൈപ്പ് ചെയ്ത് നൽകുക. തൊട്ട് താഴെയായി കാണുന്ന ചെക്ക് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേരും കൺസ്യൂമർ നമ്പരും റേഷൻ കാർഡ് നമ്പരും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ലഭ്യമാകും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. പിന്നീട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കുടിശ്ശിക തീർത്താൽ മാത്രമേ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോവുകയുള്ളൂ. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവും, പക്ഷേ അപേക്ഷ സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ കുടിശ്ശിക ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇത്രയുമാണ് അപേക്ഷ സമർപ്പിക്കേണ്ട രീതികൾ.